പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഹൈഡ്രജൻ്റെ ഫോക്കസ് ഏരിയയിലെ പോർഷൻസാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ആ പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത തേഴ്സ്ഡേയിലാണല്ലോ നിങ്ങൾക്ക് ടൈം ടേബിൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഞാൻ ഒന്നുകിൽ നിങ്ങളെ വാട്സപ്പിലോ അതല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ വീഡിയോ കേട്ടതിന് ശേഷം നന്നായിട്ട് പഠിച്ചിരിക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഹൈഡ്രജൻ്റെ കമേർഷ്യൽ പ്രിപ്പറേഷനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതായത് വ്യാവസായികമായിട്ട് ഹൈഡ്രജനെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം. വ്യാവസായികമായിട്ട് ഹൈഡ്രജനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഹൈഡ്രജനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതിൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ് ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വൈദ്യുത വിശ്ലേഷണമാണ്. എന്താണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രത്യേകത? ഒരു കണ്ടെയ്നർ എടുത്തു, ഇതിനകത്തിലേക്ക് നമ്മൾ വാട്ടർ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഇതിലേക്ക് 2 ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചു. ഈ ഇലക്ട്രോഡുകളെ നമ്മൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് പോള് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് പോള് നെഗറ്റീവ് ഇലക്ട്രോഡുമാണ്, കാഥോഡും ആനോഡും. എന്നിട്ട് ഈ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി കൂടി വൈദ്യുതി കടന്ന് എവിടെ എത്തുന്നു? ഈ വാട്ടറിലെത്തുന്നു. വാട്ടറിൽ വൈദ്യുതി എത്തിക്കഴിയുമ്പോൾ വാട്ടറിലെ അയോണുകൾക്ക് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ച് അവിടെ ഹൈഡ്രജനും ഓക്സിജനും അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ഹൈഡ്രജന് എവിടെ ഉണ്ടാകും? ഹൈഡ്രജന് H+ പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും പോകും. അപ്പോൾ ആനോഡിൽ ഹൈഡ്രജനും കാഥോഡിൽ എന്തും പ്രൊഡ്യൂസ് ചെയ്യും? ഓക്സിജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് എങ്ങനെ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ, വെള്ളത്തിനകത്തിൽ അല്പം ആസിഡും കൂടി ആഡ് ചെയ്യണം. യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡാണ് നമ്മളവിടെ വെച്ചത്. അപ്പോൾ വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടും വേർതിരിഞ്ഞ് നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ ഓക്സിജൻ ഗ്യാസിനെ ആവശ്യത്തിന് നമ്മൾ കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് ഹൈ പ്യൂരിറ്റി ഡൈഹൈഡ്രജൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ യൂസിങ് നിക്കൽ ഇലക്ട്രോഡ്. ഇതേപോലെ തന്നെ ഇലക്ട്രോളിസിസ് നടത്തുക. അവിടെ നമ്മൾ അസിഡിഫൈഡ് വാട്ടർ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ ഏതാണ്? നിക്കൽ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടെയ്നർ എടുത്തു, ഇതിനകത്തിലേക്ക് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്തു, ഇലക്ട്രോഡുകളായിട്ട് എന്ത് ചെയ്തു? നിക്കൽ ഇലക്ട്രോഡുകൾ വെച്ചു. അപ്പോൾ ഈ ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷന് വിഘടനം സംഭവിച്ച് അല്ലെങ്കിൽ ഡികമ്പോസിഷൻ സംഭവിച്ച് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും ബേരിയവും ഒക്കെ ഫോം ചെയ്യുന്നു. അവിടെ നമുക്ക് ഹൈഡ്രജൻ ഹൈ പ്യൂരിറ്റി, അതായത് വളരെ ശുദ്ധമായ ഹൈഡ്രജനെ കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. എന്താണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷനെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോളിസിസ് നടത്തുന്നു. അപ്പോൾ ഹിയർ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി കാഥോഡ്. ഹൈഡ്രജൻ എവിടെയാണ് കിട്ടുന്നത്? കാഥോഡിലും ആനോഡിൽ എന്ത് കിട്ടുന്നു? ക്ലോറൈഡും കിട്ടുന്നു. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അയോണാണ്, അത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ നെഗറ്റീവ് അയോൺ എവിടേക്ക് പോകുന്നു? പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്കും പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? NaCl അയോണൈസേഷൻ NaClനെ ഇലക്ട്രോളിസിസ് നടത്തി Cl- പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇലക്ട്രോണുകളെ വിട്ടുകളഞ്ഞ് ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഈ ഇലക്ട്രോണുകളെ കാഥോഡിലെത്തുന്ന വാട്ടർ മോളിക്യൂൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട് ഹൈഡ്രജൻ ഗ്യാസും OH- അയോണുമായിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ ഓവറോൾ റിയാക്ഷൻ? 2 ഇലക്ട്രോണുകളും ക്യാൻസൽ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2Na plus Cl- plus H2O gives Cl2 plus H2 plus Na plus OH-. Na+ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനുള്ളിലുള്ള അയോൺ ആണെന്നുള്ള സങ്കല്പത്തിലാണ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്.
അടുത്തത് ബൈ ദ റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ ഹൈഡ്രോകാർബൺസ് ഓർ കോക്ക് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഹൈഡ്രോ കാർബണിലേക്ക് സ്റ്റീമിനെ നീരാവി കടത്തിവിടുന്നു. ഹൈഡ്രോ കാർബൺ ഏതാണ്? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ, അതിന് എക്സാമ്പിളാണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കാർബണും ഓക്സിജനും മാത്രം അടങ്ങിയ കോമ്പൗണ്ടായ മീഥെയിനിലേക്ക് നീരാവി കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് വിഘടിച്ചിട്ട് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടായി. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതത്തിന് നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. എന്താണ് വാട്ടർ ഗ്യാസ്? മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. ഇതിൻ്റെ വേറെ ഒരു പേരാണ് സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. എന്താണ് പേര്? സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് മെത്തനോൾ ആൻഡ് ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രോകാർബൺ. അതായത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ട് മെഥനോളും ഹൈഡ്രോകാർബണും നിർമ്മിക്കാവുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും വാട്ടർ ഗ്യാസ് എന്താണെന്ന് അറിയണം, സിൻ ഗ്യാസ് എന്താണ്, സിന്തസിസ് ഗ്യാസ് എന്താണെന്ന് അറിയണം. Now, syngas is also produced from sewage, saw waste, scrap wood, newspapers, etc. അതായത് വേസ്റ്റിൽ നിന്നും, അതേപോലെ ഡസ്റ്റിൽ നിന്നും, സ്ക്രാപ്പ് വുഡിൽ നിന്നും, ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് നിർമ്മിക്കാൻ പറ്റും? കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ അതേപോലെ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻഗ്യാസ് ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, മിക്കവാറും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ? എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ? കോളിൽ നിന്നും സിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോളെന്ന് പറഞ്ഞാൽ എന്താ? കൽക്കരിയിൽ നിന്ന് സിൻ ഗ്യാസ് നിർമ്മിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. സിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറാണ്. അപ്പോൾ നോക്കിക്കേ, കോൾ ഗ്യാസിൽ നിന്ന് എങ്ങനെയാണ് കോളിൽ നിന്ന് എങ്ങനെയാണ്? കോളെന്ന് പറയുന്ന കൽക്കരി കാർബണാണ്. കാർബണിനകത്തിലേക്ക് വാട്ടറിനെ കടത്തിവിടുമ്പോൾ എന്നിട്ട് എത്ര കെൽവിനിൽ ചൂടാക്കി? 1270 കെൽവിനിൽ ഹീറ്റ് ചെയ്തപ്പോൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? കോൾ ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ വാട്ട് ഈസ് സിൻ ഗ്യാസ്, വാട്ട് ഈസ് കോൾ ഗ്യാസിഫിക്കേഷൻ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇനി ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻ ഗ്യാസ് മിക്സർ വിത്ത് steam in the presence of iron chromate as catalyst. This is called a water gas shift reaction. ഇനി what is water gas shift reaction? എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ? അതായത് ഡൈഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡൈഹൈഡ്രജൻ നിർമ്മിക്കാൻ വേണ്ടി ഈ സിൻ ഗ്യാസിൽ നിന്നുള്ള, അല്ലെങ്കിൽ എന്താണ്, കാർബൺ മോണോക്സൈഡ് മിക്സേഴ്സ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻ ഗ്യാസ് മിക്സർ. അതായത് സിൻ ഗ്യാസ് എന്ന് പറയുന്ന കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും കൂടിയാണല്ലോ. അപ്പോൾ ഈ സിൻ ഗ്യാസിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് എടുത്തിട്ട് അതിലേക്ക് എന്ത് കടത്തിവിട്ടു? സ്റ്റീം കടത്തിവിട്ടു. അതായത് കാർബൺ മോണോക്സൈഡിനകത്തിലേക്ക് നീരാവി കടത്തിവിട്ടപ്പോൾ ലാർജ് എമൗണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. ഏതാണ് ആ കാറ്റലിസ്റ്റ്? അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റും കൂടി ഉപയോഗിച്ചു, ഉൽപ്രേരകം ഉപയോഗിച്ചാണ്. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ലാർജ് എമൗണ്ട് ഹൈഡ്രജൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ പറയണം. 1-2 മെത്തേഡ് പഠിച്ചു വെച്ചേക്കണം. എല്ലാ മെത്തേഡും ഓർത്ത് മനസ്സിൽ വെച്ചേക്കണം. അടുത്തതായിട്ടുള്ളത് സിൻ ഗ്യാസ് എന്താണ്, വാട്ടർ ഗ്യാസ് എന്താണെന്നറിയണം. അടുത്തതായിട്ട് കോൾ ഗ്യാസിഫിക്കേഷൻ എന്താണെന്നറിയണം. അടുത്തതായിട്ട് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ അറിയണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രൈഡ്.
എന്താണ് ഹൈഡ്രൈഡ്? ഹൈഡ്രജൻ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡുകൾ. അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്. The binary compounds of hydrogen with other elements are called hydride. They are classified into 3. ഇതിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലേക്ക് ഹൈഡ്രൈഡ്, 2 കോവാലൻ്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്, 3 മെറ്റാലിക് ഹൈഡ്രൈഡ്. അങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നമ്പർ 1 അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലേക്ക് ഹൈഡ്രൈഡ്. എന്താണ് അയോണിക് ഹൈഡ്രൈഡുകൾ? അതായത് ഹൈഡ്രജൻ എസ് ബ്ലോക്ക് എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്. ഏതാ എസ് ബ്ലോക്ക് എലമെൻറ്റ്? ഹൈഡ്രജൻ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്തു NaH ഉണ്ടായി. ഹൈഡ്രജൻ ബെർലിയമായിട്ട് കമ്പൈൻ ചെയ്ത് BH2 ഉണ്ടായി. അപ്പോൾ ഇവരെല്ലാം എന്താണ്? അയോണിക് ഹൈഡ്രൈഡുകൾ അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡുകളാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ദീസ് ആർ ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദേ ആർ ക്രിസ്റ്റലൈൻ, ഖരാവസ്ഥയിലുള്ളതാണ്. നോൺ വോളട്ടൈലാണ്, ആവിയായിട്ട് പോകുന്നില്ല. സ്റ്റോയിഷ്യോമെട്രിക് സോളിഡ്സ്, അതായത് അവരുടെ ഇത് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും എണ്ണം ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും. ഇനി നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ്. ഖരാവസ്ഥയിലാണ്, ക്രിസ്റ്റലൈനാണ്. ഈ ക്രിസ്റ്റലൈൻ ഫോമിലെ സോഡിയം ക്ലോറൈഡിൽ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര അതിനകത്ത് കറണ്ട് നമ്മളുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ അതിനെ കറണ്ട് അടിക്കത്തില്ല. അതേസമയം ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ കൈ കടത്തി വിടുവോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കറണ്ട് കടന്നു പോകുന്നുണ്ടോ എന്നറിയാനുള്ള സംവിധാനം നോക്കുമ്പോൾ നമുക്കറിയാം ആ സൊല്യൂഷനിൽ കൂടി കറണ്ട് കടന്നു പോകും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര അട്രാക്ഷനാണ്. ഇങ്ങനെയാണ്. അപ്പോൾ അയോണുകൾ എന്ത് ചെയ്യുന്നില്ല? പാർട്ടിക്കിൾ അവിടെ മൂവ് ചെയ്യുന്നില്ല. പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ടിനെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഇനി ഇവർ സൊല്യൂഷനായി കഴിയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം അയോണുകളായിട്ട് എന്ത് ചെയ്തു? വേർതിരിയുന്നു. തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യും. ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ അയോൺ കറണ്ടിനെ ക്യാരി ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. ഈ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് അയോൺസിൻ്റെ ഫലമായിട്ടാണ് സൊല്യൂഷൻസിൽ കറണ്ട് കടത്തിവിടുന്നത്. അപ്പോൾ നമുക്ക് ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. കണ്ടക്ടേഴ്സ് അല്ല, സോളിഡ് സ്റ്റേറ്റിൽ അവർ കണ്ടക്ടേഴ്സ് അല്ല. ബട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റ്. പക്ഷെ അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റിലാണ്? മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകിയ അവസ്ഥയിലോ അതുമല്ലെങ്കിൽ അക്വ സൊല്യൂഷനായാലോ വെള്ളത്തിൽ ലയിപ്പിച്ച സൊല്യൂഷനിൽ കൂടിയോ കറണ്ടിനെ കടത്തിക്കൊണ്ട് പോകുന്നു. എക്സാമ്പിളാണ് NaH, KH, CH2, BH2 എക്സെട്ര. സോഡിയവും പൊട്ടാസ്യവും കാൽസ്യവും ബീരിയവും എല്ലാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അടുത്തത് കോവലൻ്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്. എന്തൊക്കെയാണ് കോവലൻ്റ് ഹൈഡ്രൈഡ്സ്? There are 3 types of covalent hydrides: electron deficient, electron precise and electron rich hydride. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എസ് ബ്ലോക്ക് എലമെൻറ്റുകളുമായിട്ട്. ഇവിടെ ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെൻസും തമ്മിലുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കോവലൻ്റ് ഹൈഡ്രൈഡ്സ്. ഇത് തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. 3 ഉണ്ട് അല്ലേ? ഇത് 3. അപ്പം നോക്കാം. ദീസ് ആർ ഹൈഡ്രൈഡ്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇത് ഈ ഡെഫിനിഷൻ പഠിക്കുക. എക്സാമ്പിൾസ്: CH4, NH3, H2O and HF. ബീയിങ് കോവലൻറ്റ്, ദേ ആർ വോളട്ടൈൽ കോമ്പൗണ്ട്, ആവിയായിട്ട് പോകും. മോളിക്കുലാർ ഹൈഡ്രൈഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇനി എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ? അതായത്
സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല എങ്കിൽ, അതായത് 8 ഇലക്ട്രോണുകൾ ഇല്ല എങ്കിൽ, അത്തരത്തിലുള്ള ഹൈഡ്രൈഡുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ. ഡെഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പായ 13ാമത്തെ ഗ്രൂപ്പായ ബോറോൺ ഫാമിലിയിലെ ബോറോണുമായിട്ട് കമ്പൈൻ ചെയ്യുക. ബോറോണിൻ്റെ അറ്റോമിക നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 3. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകൾ. അപ്പോൾ ബോറോണും ഹൈഡ്രജനുമായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ BH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോണുകളാണ്? 3 ഇലക്ട്രോൺ. 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്താണ് BH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സെൻട്രൽ ആറ്റം ഏതാണ്? ബോറോൺ. ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈഡ്രൈഡുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്. An electron deficient hydride has very few electrons for writing its Lewis structure. Example, diborane B2H6. All elements. ഇപ്പോൾ ഈ ഡൈബൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BH3 എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? അതിൻ്റെ പേരെന്താണെന്നറിയാവോ? ബൊറൈനാണ്. അപ്പോൾ 2 BH3 വരുമ്പോൾ ഇതിൻ്റെ പേരെന്തായിട്ട് മാറും? ഡൈബൊറൈൻ എന്ന് വരും. എന്താണ്? ഡൈബൊറൈൻ. 2 BH3 വരുമ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ത് വരും? B2H6 എന്ന് വരും. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും കറക്റ്റായി പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഫോർമുല മാത്രം അറിയുക. ഇതിനെക്കുറിച്ച് വീണ്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡൈബൊറൈൻ അതായത് ബൊറൈൻ്റെ 2 മോളിക്യൂൾ ചേർന്ന ഡൈബൊറൈനാണ് ഇതിന് എക്സാമ്പിൾ. All elements of group 13 will form electron deficient compound. ഏത് എലമെൻറ്റുകളാണ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്? ഗ്രൂപ്പ് 13 എലമെൻറ്റുകൾ. ദേ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. ഇവരെ ഇലക്ട്രോൺ പെയറുകളെ അവർക്ക് വേണം. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടി ഇലക്ട്രോണുകളെ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്. ഇത് ലൂയിസ് ആസിഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എന്താണെന്നറിയാമോ? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടതായിരുന്നു. അത് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കത്തില്ല. എന്തായാലും നിങ്ങൾ ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചേക്കുക. എന്താണ് ലൂയിസ് ആസിഡ്? ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്. ഓക്കെ. അപ്പോൾ ഈ പേജിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അയോണിക് ഹൈഡ്രൈഡ് എന്താണെന്ന് പഠിക്കണം. എക്സാമ്പിൾ പഠിക്കണം. കോവലൻ്റ് ഹൈഡ്രൈഡ് എന്താണെന്ന് പഠിക്കണം. വാട്ട് ആർ ദ 3 ടൈപ്സ് പഠിക്കണം. ഓരോ ടൈപ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ്. പ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാണ്. അതായത് ആ ഒരു കോമ്പൗണ്ടിൽ എന്തായിരിക്കും? ആ ഒരു കോമ്പൗണ്ടിൽ സെൻട്രൽ ആറ്റത്തിൻ്റെ ഒക്ടറ്റ് കറക്റ്റായിരിക്കും. അതായത് ഒക്ടറ്റ് അവിടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും? ബോറോൺ കഴിഞ്ഞുള്ള അടുത്ത പി ബ്ലോക്ക് എലമെൻ്റാണ് കാർബൺ ഫാമിലി. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 6, 2, 4 ആണ് അല്ലേ? വാലൻസി 4. അപ്പോൾ കാർബണിന് ചുറ്റും എത്ര ഇലക്ട്രോണുകളുണ്ട്? 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോണുകൾ ഹൈഡ്രജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടാണ് CH4 എന്ന് പറയുന്നത്. ഓക്കെ. CH4ൻ്റെ സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. കാർബൺ നടുക്ക്, 4 ഹൈഡ്രജൻ ചുറ്റിനും. കാർബണിന് ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2, ഇവിടെ 2, 2, 2. അപ്പോൾ മൊത്തം എത്ര ഇലക്ട്രോൺ ആയി കാർബണിന് ചുറ്റും? 8 ഇലക്ട്രോൺ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയല്ലോ. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് വായിക്കാം. ഇലക്ട്രോൺ പ്രിസൈസ് കോമ്പൗണ്ട്സ് ഹാവ് ദി റിക്വയർഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു write their Lewis structure. All elements of group 14 form such compounds. Example, CH4, SiH4, etc.
അടുത്തത് തേർഡ് വൺ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. എന്താണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്? റിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺ എക്സസ് ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് എങ്കിൽ പോലും ആ ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ എക്സസ് ആയിട്ടിരിക്കുന്നു. അതിന് എക്സാമ്പിൾ കാർബൺ കഴിഞ്ഞ അടുത്ത ഫാമിലി തൊട്ടുള്ള, അതായത് നൈട്രജൻ തൊട്ടുള്ള ഫാമിലിയിലെ എലമെൻറ്റ്സ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5, വാലൻസി 5. നൈട്രജൻ്റെ ചുറ്റും 5 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3 ഇലക്ട്രോണുകൾ ഹൈഡ്രജനുമായിട്ട് ചേർന്ന് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു. ഏതാണ് ആ ഹൈഡ്രൈഡിൻ്റെ പേരെന്ന് ഓർമ്മയുണ്ടോ? അമോണിയ. ഇപ്പോൾ നമുക്ക് നോക്കാം, നൈട്രജന് ചുറ്റും 2, 4, 6, 8 ഇലക്ട്രോൺ, ലോൺ പെയറും കൂടെ ചേർത്ത് 8 ഇലക്ട്രോണുകളുണ്ട്. പക്ഷേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇരിക്കുന്ന ഇലക്ട്രോണാണ് ഇതായിരിക്കുന്ന ഇലക്ട്രോൺ. ഇവൻ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ലോൺ പെയർ ഇലക്ട്രോൺ. ഈ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ ഇല്ലാത്ത ഏതെങ്കിലും എലമെൻറ്റിന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ട് അമോണിയയെ ലൂയിസ് ബേസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇലക്ട്രോൺ പെയറിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉള്ളത്, കാരണം എക്സസ് അല്ലേ, ഇല്ലാത്തവൻ അവന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ഹാവ് എക്സസ് ഇലക്ട്രോൺസ് വിച്ച് ആർ പ്രസൻറ്റ് ആസ് ലോൺ പെയർ. എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 to 17 ഫോം സച്ച് കോമ്പൗണ്ട്. 15 തൊട്ട് 17 വരെയുള്ള എലമെൻറ്റ്സ് എല്ലാം സച്ച് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതായത് നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻ ഫാമിലിയിലെ എല്ലാ എലമെൻറ്റുകളും ഹൈഡ്രജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന ഹൈഡ്രൈഡുകളെല്ലാം ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് ആകും. They behave as Lewis bases, that is electron donors. മൂന്നാമത്തേതാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്. These are formed by D and F block elements. ഈ എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നത് ഏത് എലമെൻറ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്? ഡി ബ്ലോക്ക് എലമെൻറ്റുകളും എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അതായത് ഹൈഡ്രജൻ ഡി ബ്ലോക്ക് എലമെൻറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുമായിട്ടോ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാലിക് ഹൈഡ്രൈഡുകൾ. എക്സെപ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 7, 8, 9. ബീങ് ഡെഫിഷ്യൻറ്റ് ഇൻ ഹൈഡ്രജൻ ദേ ആർ ഓൾമോസ്റ്റ് നോൺ സ്റ്റോയിഷ്യോമെട്രിക്. ഇവർ ഹൈഡ്രജനുമായിട്ട് ചേർന്നുണ്ടാകുമ്പോൾ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട് ആയിരിക്കും. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. എക്സാമ്പിൾ LaH 2.87, YbH 2.55, TiH 1.5 to 1.8, സിർക്കോണിയം ഹൈഡ്രൈഡ് 1.3 to 1.55, വനേഡിയം ഹൈഡ്രൈഡ് 0.56, നിക്കൽ ഹൈഡ്രൈഡ് 0.6 to 0.7, പലേഡിയം ഹൈഡ്രൈഡ് 0.6 to 0.8, etc. In these hydrates, the hydrogen atom is occupied in the metal lattice. ഇത് ഹൈഡ്രജൻ ആറ്റം എവിടെയാണ് കാണപ്പെടുന്നത്? മെറ്റൽ ലാറ്റിസിലാണ് കാണപ്പെടുന്നത്. അതായത് ഇപ്പോൾ ലന്താനം ഹൈഡ്രൈഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലന്താനം, ഇവിടെ ഒരു ലന്താനം, ഇവിടെ ഒരു ലന്താനം, അടുത്ത ലന്താനം, അടുത്ത ലന്താനം, ഇവിടെ ഒരു ലന്താനം ആറ്റം, ഇവിടെ ഒരു ലന്താനം ആറ്റം, ഇവിടെ ഒരു ലന്താനം. ഇതെല്ലാം ആറ്റങ്ങളാണ്, ഈ റൗണ്ട് ഷേപ്പിലുള്ള. ഇതിനിടയ്ക്ക് കാണുന്ന വേക്കൻറ്റ് സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് വോയിഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയും. ഇവിടെയാണ് ആര് കാണപ്പെടുന്നത്? ഹൈഡ്രജൻ്റെ ആറ്റം കാണപ്പെടുന്നത്. ഇങ്ങനൊരു ഹൈഡ്രജൻ ആറ്റം അവിടെ കാണും. ഓക്കെ, അതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലാണ് അവിടെ ഹൈഡ്രജൻ കാണപ്പെടുന്നത്. നമ്മളോട് ഇതാ ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ കൂടുതലായിട്ടും കാറ്റലിസ്റ്റുകളായിട്ട് നമ്മളിവരെ ഉപയോഗിക്കുന്നു. അടുത്തത് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. വാട്ടർ വിച്ച് ഡസ് നോട്ട് ഫോം. ഇത്രയും വരെ മതി. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ചിരുന്ന് കേൾക്കുകയില്ല. അതുകൊണ്ട് ഇത്രയും ആദ്യം കേൾക്കാം. ഓക്കെ.